ഷോപ്പിങ്ങിന് വിളിച്ചപ്പോ അത് ഇത്രയും വലിയൊരു പണി തരാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും ഭാരം പോലും നിനക്ക് എടുക്കാൻ പറ്റുന്നില്ലേ? നിന്റെ ആരോഗ്യമൊക്കെ എവിടെ പോയി? പറ്റുന്നില്ലെങ്കിലേ എനിക്ക് താ. അയ്യോ വേണ്ട വേണ്ട, ഗർഭിണിയായ ചേച്ചിയെ കൊണ്ട് ഭാരം എടുപ്പിച്ചു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ? അത് വേണ്ട, ഞാൻ തന്നെ ചുമന്നോളാം. ആ ആന്റി. ആഹാ, എന്താ മോളെ, ഭയങ്കര ഷോപ്പിംഗ് ഒക്കെ ആണല്ലോ. ചേച്ചിയെ സഹായിക്കാൻ കൂടിയതാ, അതിപ്പോ അബദ്ധമായിന്ന് തോന്നുന്നു. മഞ്ജു ജോലി രാജിവെച്ചല്ലേ? ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിലേ നല്ല പോലീസുകാരുടെ കുറവുണ്ട്. തന്നെപ്പോലുള്ളവര് കൂടി റിസൈൻ ചെയ്താ പിന്നെ എന്താവും അവസ്ഥ? കുറ്റവാളികൾക്ക് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ദുർബലാവുന്നല്ലേ നല്ലത്. ചേച്ചി എന്തായി പറയുന്നേ? സാരമില്ല, ഒരിക്കൽ ജയിലിൽ പോയവരെ ജീവിതകാലം മുഴുവൻ കുറ്റവാളികളായിട്ടേ സമൂഹം കാണും. എനിക്കതില് കുഴപ്പമൊന്നുമില്ല. ആത്മാർത്ഥമായിട്ട് നന്നാവാൻ ശ്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനാ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഗോപാലിനും അക്കമ്മയും ഒരേ നാണയത്തിന്റെ രണ്ട് മുഖങ്ങളാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെയാ മഞ്ജുവിന് തെറ്റിയത്. എനിക്ക് ഗോപാലിനെ തകർക്കണമെന്നുണ്ട്, പക്ഷേ അത് ഈ നാടിനെ അയാളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ, അല്ലാതെ ഇവിടം ഭരിക്കാനല്ല. അക്ഷരന്റെ ജയിലിൽ വെച്ച് എന്നെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് ചേച്ചിയോട് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ടും എന്താ എന്നോട് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നേ? എന്ത് ചെയ്യാനാ, ഞാനൊരു പോലീസായിരുന്നില്ലേ. എല്ലാവരെയും സംശയിക്കുന്ന സ്വഭാവം വിട്ടു പോകുന്നില്ല. വാ പോവാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞങ്ങള് നടന്നോളാം. ഏയ്, ഞാനും ആ വഴിക്ക് തന്നെയാ പോന്നേ. വാ. ഞാൻ എന്തായാലും ഉണ്ട്, എനിക്കിതൊന്നും പിടിക്കാൻ വയ്യ. മഹിമ, എന്റെ കാറിൽ കയറിയെന്ന് കരുതി എന്നോടുള്ള ദേഷ്യമൊന്നും കുറയ്ക്കണ്ട പ്ലീസ്. എന്താ പ്രീതി ആകെ വിഷമിച്ചിരിക്കുന്നേ? ഓ, ഇന്നലെ ഗിരിയേട്ടൻ ചീത്ത വിളിച്ചതിന്റെ ദേഷ്യാണോ? അല്ലെങ്കിലും ദമ്പതികളുടെ കിടപ്പുമുറിയിലേക്ക് തള്ളിക്കയറി വരുന്നത് വളരെ ചീപ്പായിട്ടുള്ള പരിപാടിയാ. കുറച്ചെങ്കിലും സംസ്കാരമുള്ളവര് ഇങ്ങനെയൊക്കെ ചെയ്യുവോ? ഇതിനു മുമ്പും ഒരു തവണ പ്രീതി ഇങ്ങനെ ചെയ്തപ്പോ ഞാൻ താക്കീത് നൽകിയതല്ലേ. എന്നിട്ടും ആവർത്തിച്ചപ്പോ എന്താ സംഭവിക്കാന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അമ്മ ഇന്നലെ തന്നെ എന്നോട് നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലോ എന്ന് ചോദിച്ചു. ആ, ഞാനാ പറഞ്ഞത്, നമ്മളെ വിശ്വസിക്കുന്ന പെൺകുട്ടിയെ നട റോഡിലേക്ക് ഇറക്കി വിടുന്നത് ശരിയല്ലാന്ന്. നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. നീ ഈ വീട്ടിൽ കഴിയുന്ന തന്നെ എന്റെ ഔദാര്യത്തിലാ. അതെല്ലാം നിന്നെ കാണിക്കാൻ വേണ്ടി ഗിരിയേട്ടൻ ചെയ്യുന്ന ഓരോ പരിപാടികളാ. ഇപ്പോഴാണെങ്കിലും അവരോട് ചെന്നെ പുറത്താക്കുന്നതിനെ കുറിച്ച് നീ ഒന്ന് സംസാരിച്ചു നോക്ക്. അവരതിന് സമ്മതിക്കില്ല. ഞാനിവിടെ നിൽക്കണം എന്നുള്ളത് ഗിരിയേട്ടന്റെ ആവശ്യ. അത് ഇതുവരെ നിനക്കെന്തുകൊണ്ടാണ് മനസ്സിലാവാത്തതെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അല്ലേ? ഗിരിയേട്ടന്റെ ശരിക്കുള്ള സ്വഭാവം കാണിച്ചു തരാന്ന് പറഞ്ഞ് നിന്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയതൊക്കെ നീ അങ്ങ് മറന്നോ? നീ പറഞ്ഞ നുണകളെല്ലാം പുറത്തു വന്നതിന് ശേഷവും ഗിരിയേട്ടനെ കുറിച്ച് എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എവിടെ നിന്നാടി ധൈര്യം കിട്ടുന്നേ? നീ കാനഡയിലേക്ക് പോയാ നിന്നെ കൊണ്ടുള്ള ശല്യം തീരും. ഈ കുടുംബം സന്തോഷത്തോടെ ജീവിക്കും. നിന്നെ ഇവിടെ ഉള്ളവരെല്ലാരും മറക്കും. കാരണം നീ ഈ കുടുംബം നശിപ്പിക്കാൻ വന്ന ഒരു പരജീവി മാത്രം. ഞാൻ പരജീവിയാണല്ലേ? എന്നാ കേട്ടോ, ഗിരിയേട്ടനും ഞാനും തമ്മിൽ എല്ലാ അർത്ഥത്തിലും അടുത്ത് കഴിഞ്ഞു.
അതിന്റെ കുറ്റബോധം ഉള്ളിലുള്ളതുകൊണ്ടാ ഗിരിയേട്ടൻ എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത്. നിനക്ക് ഗിരിയേട്ടന്റെ മീതെയുള്ള അതേ അവകാശം എനിക്കുണ്ട്. പക്ഷെ ഞാൻ നിന്നെ പോലെ അത് കാണിച്ച് അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കാറില്ല. ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ്. അതാരെയും തെളിയിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഗിരിയേട്ടൻ ഒരിക്കലും എന്നെ ചതിക്കില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, തെളിവ് സഹിതം കാണിച്ചു തരാം. എനിക്കൊന്നും കാണണ്ട. ഒരിക്കൽ നീ പറയുന്ന നുണകൾ വിശ്വസിച്ച് ഞാൻ ഗിരിയേട്ടനെ സംശയിച്ചതാ. അന്ന് ഗിരിയേട്ടൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം മാറാൻ പോകുന്നില്ല മഞ്ജു. നിന്നെ ഗിരിയേട്ടൻ കുഞ്ഞിനു വേണ്ടി മാത്രമാ സഹിക്കുന്നെ. അദ്ദേഹത്തിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ നിന്നെ ഗിരിയേട്ടൻ ഉപേക്ഷിക്കും. മഞ്ജു, മഞ്ജു, വിട്. മിണ്ടരുത്. ഈ കുടുംബം തകർക്കാണ് നിന്റെ ലക്ഷ്യമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ നിന്നെ എത്രയും പെട്ടെന്ന് കാനഡയിലേക്ക് കയറ്റി വിടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അതിനിടയില് നീ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചാ ഞാൻ നിന്നെ കൊല്ലാനും മടിക്കില്ല. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഗിരിയേട്ടനോട് സംസാരിക്കേ. എന്നിട്ട് വേണം എനിക്ക് അദ്ദേഹത്തെ സംശയം ഉണ്ടെന്ന് ഗിരിയേട്ടന് തോന്നാൻ. ഒരിക്കലുമില്ല. എന്നെയും എന്റെ കുഞ്ഞിനെയും വിഷമിപ്പിക്കുന്ന തരത്തിൽ ഗിരിയേട്ടൻ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സത്യം പറഞ്ഞാലും വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ആവശ്യം എന്റെ ആയിപ്പോയില്ലേ. എല്ലാം തെളിവ് സഹിതം നിന്നെ ഞാൻ കാണിച്ചു ബോധ്യപ്പെടുത്തും. നീ കാത്തിരുന്നോ. അമ്മേ